പ്രിയപ്പെട്ടവരെ നമസ്കാരം. എൻ്റെ ഫോളോവേഴ്സിനും ഫ്രണ്ട്സിനും എൻ്റെ ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു. ഓരോരുത്തർക്കും എൻ്റെ പുതിയ സംരംഭത്തിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഞാൻ ഇന്നു മുതൽ എൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ വയനാട്ടിലെ ദുരിതമനുഭവിച്ച പഴയകാല കർഷകരുടെ കഥ പറഞ്ഞു തുടങ്ങിയാണ്. എന്നോടൊപ്പം ശ്രീമാൻ ബ്ലോഗർ രഞ്ജിത്തും ശ്രീജിത്ത് പേര് മാറിപ്പോലെ ക്ഷമിക്കുക ശ്രീജിത്ത്. എപ്പോഴും ഞാൻ അങ്ങനെ വിളിച്ചേടാ പോടാന്ന് വിളിച്ചിട്ട് പേരങ്ങോട്ട് മാറിപ്പോയി. ശ്രീജിത്ത് ബ്ലോഗറാണ്, ആർട്ടിസ്റ്റാണ്. ഞങ്ങൾ ഒന്നിച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ അയൽവാസിയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇദ്ദേഹം നല്ലൊരു ബ്ലോഗറാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സംയുക്തമായി ചെയ്യുന്ന ഈ പരിപാടിയെ നിങ്ങളേവരും ഹൃദയപൂർവ്വം സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് പ്രോത്സാഹനവും സപ്പോർട്ടും തന്ന് വിജയിപ്പിക്കണം. അപ്പോൾ രാജി, നിങ്ങളിപ്പോൾ ഈ കർഷകരെ കുറിച്ചിട്ടുള്ള ഒരു ഇതാണല്ലോ തയ്യാറാക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ എത്ര കർഷകരെ ഉൾപ്പെടുത്തിയിട്ടുള്ള പരിപാടിയാണ്? ഞാൻ ഇപ്പോൾ ഏകദേശം എൻ്റെ ലിസ്റ്റിൽ ഒരു 50 കർഷകരുണ്ട്. ഈ 50 കർഷകര് എന്ന് പറയുന്നത് ഒരു 70-75 ആ പ്രായമുള്ള കുറെ പേര് ആരാലും നോക്കാതിരിക്കുന്നവരുണ്ട്. കുറെ പേര് ഒരുപാട് ആരോഗ്യത്തോടുകൂടി ഇപ്പോഴും ഞങ്ങളെക്കാൾ കൂടുതൽ അധ്വാനിക്കാൻ പറ്റുന്നവരായിട്ട് ഇരിപ്പുണ്ട്. എല്ലാവരുടെയും കഥകൾ കേട്ട് വയനാട് ഇതായിരുന്നു, വയനാടിന്റെ രേഖ ഇങ്ങനെയായിരുന്നു, വയനാട്ടിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു നടന്നിരുന്നതെന്ന് ലോകത്തെ അറിയിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു ചെറിയ ഉദ്യമമാണ്. അതിൽ നീയും പങ്കാളിയായതിൽ എനിക്ക് സന്തോഷം. സന്തോഷം. അപ്പോ ഇതിപ്പോ എപ്പോഴാണ് തുടങ്ങുന്ന പരിപാടികൾ തുടങ്ങിയോ? നമുക്ക് ഇല്ല, എല്ലാ ആളുകളും ഇങ്ങനെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിൽ ഓരോരുത്തരെ നമ്മളിങ്ങനെ പറഞ്ഞു ഓരോ വീടുകളിലും പോയി വയനാട്ടിലെ ഓരോ കർഷകന്റെ അടുത്ത് പോയി ആ കർഷകർ അനുഭവിച്ച ദുരിതങ്ങള്, അവരുടെ കുറെ കഥകള് ഇവിടെ ലോകം നിങ്ങൾ എല്ലാവരും അറിയണ്ടേ. വയനാട് എന്ന ഈ കൊച്ചു പ്രദേശത്ത് എന്തൊക്കെ നടന്നിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. നമുക്കത് ലോകത്തെ അറിയിക്കുന്നു നമ്മുടെ ഒരു ഉദ്യമവും കൂടിയാണ്. പറഞ്ഞോളൂ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ സത്യം പറഞ്ഞാൽ ഈ കർഷകർ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ കടകളിൽ നിന്ന് വാങ്ങിയിട്ടാണ് അരികളൊക്കെ കഴിക്കുന്നത്. ഈ കർഷകർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന അരി ഇന്ന് കടകളിൽ വിൽക്കുന്നു. പിന്നെ അതുപോലെ തന്നെ കുറേ ആൾക്കാർ വയലുകൾ വെറുതെ അനാഥമായി കിടക്കുക. വാഴ കൃഷി അതൊക്കെ നടക്കുകയാണ്. പക്ഷെ നെൽകൃഷിയെ ഈ കർഷകർ, ഞാൻ പറഞ്ഞില്ല കർഷകർ എന്ന് പറഞ്ഞല്ലോ, നെൽകൃഷിയാണ് കാര്യമായിട്ട് കർഷകനായിട്ട് വരുന്നത് അല്ലേ. നെൽകൃഷിയെ ഇപ്പം എല്ലാവരും അവഗണിക്കുന്ന സമയമാണ് ഇപ്പോൾ. അപ്പം അതിനെ നമ്മൾ എന്താക്കണം, ആ നെൽകൃഷിയെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരാൻ നോക്കണം. തീർച്ചയായിട്ടും. നമ്മുടെ അന്നത്തിൽ നിന്നാണ് നമുക്ക് ഉണ്ടാവുന്ന എല്ലാ എനർജിയും. ഈ അന്നം ഉണ്ടാകുന്നത് എവിടെ നിന്നാണെന്ന് ഇന്നത്തെ ഒരു കുട്ടികൾക്ക് പോലും നെല്ലെന്താണെന്ന് അറിയാത്ത ലോകമാണ്. നെല്ല് എവിടെ നിന്നാണ്, അല്ലെങ്കിൽ അരി എവിടെ നിന്നുണ്ടാകുന്നു എന്ന് ഇന്ന് വരെ കുറേ കുട്ടികൾക്ക് അറിയില്ല. നെല്ല് കാണാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു സമയത്തിരിക്കുന്നു. കാരണം കൃഷിയില്ല. അങ്ങനെ ഏത് കൃഷി ആയാലും അറിയാത്ത ഒരു തലമുറയാണ് ഈ വളർന്നു വരുന്നത്. എവിടുന്നാണ് ഈ സാധനം ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്, ഇത് എങ്ങനെ വിപണിയിലെത്തുന്നു എന്ന് ഒരു തലമുറയ്ക്ക് അറിയില്ല. അവർക്കൊക്കെ അറിയാവുന്നത് പൈസ കൊടുക്കുക. പിള്ളേർ വിചാരം തരോ, കടയിൽ പോയി കഴിഞ്ഞാൽ അരി അവിടെ നിന്ന് മാത്രം കടയിൽ ഉണ്ടാകുന്ന സാധനമാണ്. അത് ഇങ്ങോട്ട് നെൽകൃഷി നടത്തുന്ന ആർക്കും അറിയില്ല. ഇപ്പൊ ഇന്നത്തെ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ കുത്തരി ഉണ്ടോ മോനെ ചോദിച്ചാൽ കുത്തരി അതെന്താണ് ചോദിക്കും. എന്താണ് കുത്തരി? അതെ, ഇവർ വിവാഹിതരായാൽ എന്ന ഒരു ജയസൂര്യയില് ഇങ്ങനെ പറയുന്നുണ്ട്, ഉള്ളി എന്താ ഇതാണോ. ഇനി വരുന്ന തലമുറയ്ക്ക് ഇതൊന്നും അറിയില്ല. കാരണം ഇത് അരിഞ്ഞു കൊണ്ടുവന്ന് കൊടുക്കും. കാരണം അത്രമേൽ അപ്ഡേറ്റഡ് ആയി ഓരോ തലമുറയും. പക്ഷെ മണ്ണിനെ അറിഞ്ഞില്ല, മനസ്സറിഞ്ഞില്ല. ഇതാണ് തലമുറയുടെ. മണ്ണിനെ സ്നേഹിച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള മണ്ണിനെ പൊന്നു വിളയിച്ച് ഈ മണ്ണിനെ നിലനിർത്തുന്ന, ഈ വയനാടിനെ നിലനിർത്തുന്ന പഴയകാല കർഷകരെ ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. നിങ്ങള് ഞാനും ശ്രീജിത്തും കൂടി ഞങ്ങൾ ഈ വലിയ സംരംഭത്തെ ഒരു എളിയ രൂപത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതിലെ കുറ്റങ്ങളും കുറവുകളും നിങ്ങൾ ഓരോരുത്തരും ക്ഷമിക്കണം. ഞങ്ങളോടുകൂടെ ഞങ്ങൾക്ക് സപ്പോർട്ടായി കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു.